അപ്പോൾ മിക്കുള്ളവരും ഹാംസ്റ്റർ കോമ്പാറ്റ് ലിസ്റ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. സോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഈ ഒരു കോയിൻ ലിസ്റ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഈ കോയിൻ വിഡ്രോ ചെയ്തെടുക്കാമെന്നാണ് ഈ ഒരു വീഡിയോയുടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഹാംസ്റ്റർ കോമ്പാറ്റ് ഒഫീഷ്യലായിട്ട് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ കോയിൻസ് ക്യാഷ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. സോ അതെന്തൊക്കെയാണ്, നമുക്ക് എങ്ങനെയാണ് ഇത് ക്യാഷ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത്, എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയുടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. സോ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും പ്രോഫിറ്റ് പെർ അവറിൻ്റെ കാര്യമാണ്. ഓക്കെ, നമുക്കിങ്ങനെ ടാപ്പ് ചെയ്ത് കിട്ടുന്ന കോയിൻസിൽ ഒരു കാര്യമില്ലെന്നും അതേപോലെ തന്നെ നമ്മുടെ പ്രോഫിറ്റ് പെർ അവർ ആയിരിക്കും നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടാൻ പോകുന്നതെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രോഫിറ്റ് പെർ അവർ കൂട്ടുന്നതിന് വേണ്ടി നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. മൈൻ എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോയാൽ മതി. ഇവിടെ ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ ടോക്കൺസ് കാണാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ടോക്കൺസ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് പെർ അവർ കൂടുന്നതായിരിക്കും. ഇവിടെ ഒരു ഫാൻ ടോക്കൺ കാണാം. ഇവിടെ നിങ്ങൾക്ക് പ്രോഫിറ്റ് പെർ അവർ എന്ന് പറഞ്ഞിട്ട് 2.8K കാണാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എടുത്തു കഴിഞ്ഞാൽ 2.8K നിങ്ങൾക്ക് കോയിൻസ് കിട്ടുന്നതായിരിക്കും പ്രോഫിറ്റ് പെർ അവർ ആയിട്ട്. ഇവിടെ നിങ്ങൾക്ക് 4 സെക്ഷൻസ് കാണാൻ പറ്റും: മാർക്കറ്റ്, PR, ലീഗൽ, സ്പെഷ്യൽസ്. ഇവിടെ എല്ലാം നിങ്ങൾക്ക് കുറേ ടോക്കൺസ് കാണാൻ പറ്റും. ഇവിടെ സ്പെഷ്യൽസിലാണ് ഏറ്റവും കൂടുതൽ ടോക്കൺസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇതൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് പെർ അവർ കൂടുന്നതായിരിക്കും. അപ്പോൾ പ്രോഫിറ്റ് പെർ അവർ കൂട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ കോയിൻ വേണം. അതിനാണ് നമ്മൾ ഇരുന്ന് ടാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗുണമില്ലെന്നല്ല, പക്ഷേ ടാപ്പ് ചെയ്ത് കിട്ടുന്ന കോയിൻസ് മാത്രം പോരാ, പ്രോഫിറ്റ് പെർ അവർ ആയിരിക്കണം നമ്മൾ കൂട്ടേണ്ടത്. ആദ്യം തന്നെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താണ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കി എടുക്കണം. അതിനുശേഷം മാത്രം ടാപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നിങ്ങളുടെ എക്സ്ചേഞ്ച് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ നിന്ന് നിങ്ങൾക്ക് ഏൺ എന്ന് ഏറ്റവും താഴെ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ചൂസ് യുവർ എക്സ്ചേഞ്ച് എന്ന് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുക. ചൂസ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങളുടെ എക്സ്ചേഞ്ച് സെലക്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ ബൈനാൻസ് ആണെങ്കിൽ ഇന്ത്യയിൽ ബാൻഡ് ആണ്. അപ്പോൾ ബാക്കിയുള്ള എക്സ്ചേഞ്ചസ് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കോയിനെ ക്യാഷ് ആക്കി മാറ്റാനുള്ള ഒരു സ്ഥലത്തെയാണ് നമ്മൾ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ച് സെലക്ട് ചെയ്ത് വെക്കുക. ഇതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും താഴെ എയർ ഡ്രോപ്പ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ കണക്ട് യുവർ ടോൺ വാലറ്റ് എന്ന് കാണാം. അപ്പോൾ ടോൺ വാലറ്റ് എന്ന് പറയുമ്പോൾ ടെലിഗ്രാമിൻ്റെ വാലറ്റ് ആണ്. അപ്പോൾ വാലറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന കോയിൻസിനെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു സ്ഥലമാണ് വാലറ്റ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് കണക്ട് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. അവിടെ കണക്ട് ചെയ്യുക, ടോൺ വാലറ്റ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉള്ളൂ. അതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ടോൺ വാലറ്റ് കണക്ട് ആയി കിട്ടിക്കോളും. ഈ ഒരു വാലറ്റിലായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കോയിൻസ് ശേഖരിച്ച് വെക്കാൻ പോകുന്നത്. അപ്പോൾ ലിസ്റ്റ് ആവുന്ന സമയത്തിലായിരിക്കും ഈ ഒരു വാലറ്റിൽ നമ്മളുടെ കോയിൻസ് കാണാൻ വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും അതുവരെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മെയിൻ ആയിട്ട് തന്നെ ഇപ്പോൾ ചെയ്തു വെക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത് വർക്കൗട്ട് ആവുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ടോൺ വാലറ്റിലേക്കായിരിക്കും ഈ ഒരു കോയിൻസ് എയർ ഡ്രോപ്പ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ എക്സ്ചേഞ്ചിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ആ ഒരു എക്സ്ചേഞ്ചിൽ നിന്ന് അത് നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ കുറേ കോയിൻസ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതുമാത്രമല്ല, ഈ ടാപ്പ് ചെയ്ത കോയിൻസ് മാത്രം പോരാ, അത് പ്രോഫിറ്റ് പെർ അവർ ആക്കണം. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ വലിയൊരു എമൗണ്ട് ഓഫ് കോയിൻസ് കിട്ടേണ്ട അല്ലെങ്കിൽ എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഡെയിലി ക്ലൈഫറോ ക്ലിഫറോ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് പെർ ടാപ്പിനകത്ത് 3 ടൈംസ് ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു കോഡ് അടിക്കാനുള്ള ഓപ്ഷനൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് ആ കോഡൊക്കെ കണ്ടെത്തി അടിക്കാവുന്നതാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, കോഡൊക്കെ കിട്ടും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു 10 ലക്ഷം കോയിൻസ് ഒക്കെ കിട്ടുന്നതാണ്. അതേപോലെ തന്നെ കോമ്പോസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് മൈൻ സെക്ഷനകത്ത്. അവിടെ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ടോക്കൺസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നും 5 ലക്ഷം കോയിൻസ് ഒക്കെ കിട്ടും. ഇങ്ങനെ പെർ ഡേ നിങ്ങൾക്ക് 15 ലക്ഷം കോയിൻസ് ഒക്കെ ഡെയിലി ചുമ്മാ ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് കോയിൻസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈ കോയിൻസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ടോക്കൺസ് പർച്ചേസ് ചെയ്യുക, പ്രോഫിറ്റ് പെർ അവർ മാക്സിമം ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് കിട്ടുന്ന ഈ ഒരു എമൗണ്ട് നമുക്ക് ടോൺ വാലറ്റിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ടോൺ വാലറ്റിൽ നിന്ന് നമുക്ക് നമ്മുടെ എക്സ്ചേഞ്ച്, ഇപ്പോൾ ബൈനാൻസോ അല്ലെങ്കിൽ ഇപ്പം ബൈബിറ്റ് ഒക്കെ ആണെങ്കിൽ അതിനകത്തോട്ട് മാറുന്നതായിരിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് വിഡ്രോൾ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ആക്കി ഓൾ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണുന്ന പ്രതീക്ഷയോടെ ഐ ആം അമാൻ സുബൈർ ആൻഡ് ദിസ് ഈസ് സോഫ്റ്റ് മീഡിയ signing off from this video.